സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരബാധയിൽ ആശങ്ക ഒഴിയുന്നില്ല. ജനുവരി മാസത്തിൽ ഇതുവരെ രോഗം ബാധിച്ച 11-ൽ 6 പേരും മരിച്ചതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2024 മുതൽ അമീബിക് മസ്തിഷ്ക ബാധ മൂലം 62 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് രോഗപഠനവും ഗവേഷണവുമെല്ലാം പേരിന് മാത്രമെന്നാണ് വിമർശനം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, ആദ്യം തന്നെ ഹാപ്പി റിപ്പബ്ലിക് ഡേ. എന്തായാലും ഈ സംസ്ഥാനത്തെ ആരോഗ്യരംഗം ദിനംപ്രതി കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം. എവിടെയാണ് ഐശ്വര്യം, എവിടെയാണ് ആരോഗ്യം എന്നതാണ് സുപ്രധാന ചോദ്യം. എന്തായാലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇങ്ങനെ ഒഴിയാബാധയായി തുടരുകയാണ്. രോഗ ഉറവിടം കണ്ടെത്താനാകുന്നില്ല, രോഗികളെ കൃത്യമായി ചികിത്സിക്കാനാകുന്നില്ല. ഇതുവരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ഫലപ്രദമായ ചികിത്സകളും രോഗ ഉറവിടങ്ങളും കണ്ടെത്താനാകാതെ എങ്ങനെയാണ് രോഗികളെ ചികിത്സിക്കാൻ കഴിയുക എന്നതാണ്. ഒരുപാട് കുട്ടികളാണ് മരിച്ചത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഇതുവരെ രോഗം ബാധിച്ച 6 പേരും മരിച്ചില്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രി കാണുന്നില്ലേ? എന്താണ് പറയുന്നത്? ശ്രീ 2026 പറഞ്ഞിട്ട് ആദ്യ 24 ദിവസം റിപ്പോർട്ട് ചെയ്തത് 11 അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ 6 പേരും മരിച്ചു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. അതായത് മരണസംഖ്യയിലും ഈ മരണശതമാനത്തിലും ഒരു വർധനവ് ആദ്യത്തെ ഒരു മാസത്തെ കണക്കുകൊണ്ടാണെങ്കിലും ശരി ഒരു കുതിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ മരണസംഖ്യ കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു. 2024 മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഇതുവരെ ഏതാണ്ട് 251 പേർക്കാണ് സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരബാധ റിപ്പോർട്ട് ചെയ്തത്. അതിൽ 62 പേരും മരിക്കുന്ന സാഹചര്യവുമുണ്ടായി. 2024 9 പേർ, 2025 വരുമ്പോൾ 47, ഇപ്പോൾ 2026 ആദ്യ മാസത്തിലെ ആദ്യ 24 ദിവസത്തിനുള്ളിൽ മാത്രം 6 പേരും എന്നുള്ളതാണ് മരണക്കണക്ക്. ഈ മരണക്കണക്ക് ഇങ്ങനെ കൂടുമ്പോഴും ശരി, ഇതിൻ്റെ ഉറവിടം എവിടെ നിന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബ്രേക്ക് ത്രൂ ഈ അമീബിക് മസ്തിഷ്ക ജ്വരബാധയുമായി ബന്ധപ്പെട്ട പഠനത്തിലോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി 3 പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ പഠനങ്ങളിൽ കാര്യമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്കും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കൃത്യമായി ഒരു നിലപാടോ അല്ലെങ്കിൽ കൃത്യമായി ഒരു സൊല്യൂഷനോ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സർക്കാരും ആരോഗ്യവകുപ്പുമൊക്കെ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആദ്യഘട്ടം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2024 ഒരു പകുതിയോടെയൊക്കെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും കേരളത്തിൽ വലിയ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെ എന്നുള്ളൊരു ചോദ്യം വരുന്നിരുന്നു. ആദ്യം മലിനജലം എന്നൊക്കെയാണ് ആദ്യം സർക്കാരും ആരോഗ്യവകുപ്പും ഒക്കെ പറഞ്ഞിരുന്നത്. പിന്നീട് അത് കുളങ്ങളായി മാറി, പിന്നീട് കിണർ വെള്ളവുമായി മാറി, പിന്നീട് ജലാശയങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാത്തവർക്ക് പോലും അമീബിക് മസ്തിഷ്ക ജ്വരബാധ ഉണ്ടായതായി കണ്ടെത്തിയതോടുകൂടിയാണ് ഈ ആശങ്ക വല്ലാതെ അങ്ങ് വ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉറവിടം എന്ത് എന്നുള്ളതൊരു വ്യക്തത വരാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഒരു വശത്താകട്ടെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പഠനങ്ങളുടെ കാര്യം വരുമ്പോൾ ICMR സഹകരിച്ച ഒരു പഠനമുണ്ടാകുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും ഈ പഠനം സംബന്ധിച്ചോ ഈ പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ സംബന്ധിച്ചോ യാതൊരു വിവരങ്ങളും സർക്കാരിൽ നിന്ന് പുറത്തു വരുന്നില്ല. അങ്ങനെ കൃത്യമായ പഠന ഗവേഷണങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അശ്വതി, ആശങ്ക ഒഴിയാതെ തുടരുകയാണ്. ഒരു ഒഴിയാബാധയായി മാറുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. എത്ര കുഞ്ഞുങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത്, കുളത്തിലൊക്കെ കുളിക്കാൻ പോയത്. ആ ഉറവിടം പോലും ഒന്ന് ശുചീകരിക്കാനുള്ളൊരു മനസ്സ് പോലും ഇവിടുത്തെ ആരോഗ്യവകുപ്പ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രജിത്തിലേക്ക് ഒരിക്കൽ കൂടി. പ്രജിത്ത്, ഒരു കാര്യം, ഇതിപ്പോൾ ഈ മരണത്തിന്റെ കണക്കുകൾ, രോഗത്തിന്റെ കണക്കുകൾ, ഈ സംഗതികളൊക്കെ പറയുമ്പോഴും വളരെ വ്യക്തമായ, അതായത് ഈ ക്രിയാത്മകമായി ഇത് കണ്ടെത്താൻ എന്തെങ്കിലും ശ്രമക്കാരി മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു ഭീതി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് രംഗത്ത് വന്നിട്ടൊരു പ്രസ്താവന നടത്തുക, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്തേക്ക് ക്രിയേറ്റീവായി, ക്രിയാത്മകമായി ഉറവിടം കണ്ടെത്താൻ, കാരണം കണ്ടെത്താൻ, പ്രതിരോധ നടപടി എന്താണ്, അങ്ങനെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായതായി എന്തെങ്കിലും സൂചനയുണ്ടോ പ്രജിത്ത്? പ്രദീപ, ഇതുമായി ബന്ധപ്പെട്ടൊരു പഠന ഗവേഷണം കേരളത്തിൽ തന്നെ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ആരോഗ്യ വകുപ്പ് ICMR ചില ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു വർക്ക്ഷോപ്പൊക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ഒരു പഠനവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ICMR സഹകരിച്ച് 4ാമതൊരു പഠനം കൂടി നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അതിപ്പോഴും ശൈശവദശയിലാണ്. കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി 3 പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്
സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം. പക്ഷേ 2024 കേരളം ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ഏതാണ്ട് 2 വർഷം പകുതിയാകാറാകുന്നെങ്കിൽ 2 വർഷം ത്തോടെ അടുക്കുന്നു സമയം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പഠനങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു പുരോഗതിയും ഇതുവരെ പൊതുവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതോ സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പഠന റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിക്കുമ്പോഴും പഠനങ്ങൾ നടക്കുന്നു എന്ന് മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. അതായത് സമയം ഇത്ര കഴിഞ്ഞിട്ടും മരണസംഖ്യ ഇത്ര കൂടിയിട്ടും വീണ്ടും ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ മാസം തന്നെ കേസുകളുടെ ഏതാണ്ട് ഈ മരണനിരക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 54% 2026 ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2026 ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ മരണനിരക്ക് അത്രയും ഉയർന്നു നിൽക്കുമ്പോഴും സർക്കാർ 2024 തുടങ്ങി വെച്ച പഠനങ്ങൾ ഇന്ന് എത്തിയിട്ടില്ല. ഈ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന, നമ്മുടെ ജീവിത രീതി പഴയ കാലത്തെ പോലെ കൊണ്ടുപോകുന്ന ഈ കുളങ്ങളെയും ജലസ്രോതസ്സുകളെയും ഒക്കെ ഭയഭീതിയോടെ മാത്രം കാണുന്ന സാഹചര്യത്തിൽ നിന്നൊരു മോചനമുണ്ടാകാൻ, ഒരു മുക്തി ഉണ്ടാകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പഠനങ്ങളും ഒരു റിപ്പോർട്ടുകളും സർക്കാരിൻ്റെയോ ആരോഗ്യവകുപ്പിൻ്റെയോ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേരളം അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തും, ഗവേഷണം നടത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചതല്ലാതെ കാര്യക്ഷമമായിട്ടുള്ള ഒരിടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ 3 പഠനങ്ങളുടെ കാര്യം പറഞ്ഞു. 4ാമത്തെ ഒരു പഠനം തുടങ്ങി വെക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: ഈ ICMRൻ്റെ ചെന്നൈയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമോളജിയുമായി സഹകരിച്ച് ഒരു പഠനം നടത്തുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും സർക്കാർ പറയുന്നത്, വിവരാവകാശ രേഖ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി സർക്കാർ പറയുന്നത്, ഈ പഠനം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതായത് പഠനം ആരംഭിച്ചിട്ട് പോലുമില്ല, അത് പഠനം നടത്തുന്നതിനുള്ള പ്രാഥമിക നടപടികളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും എന്ന് പറയുമ്പോഴാണ് എത്ര വലിയ അനാസ്ഥ, എത്ര അപകടകരമായിട്ടുള്ള വീഴ്ച ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പഠന ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പ്രദീപ്.